ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. MEAയുടെ ബ്രീഫിംഗ് നടക്കുക 10:30 ഔദ്യോഗികമായി ഇന്ത്യ ലോകത്തോട് വിശദീകരിക്കുകയാണ്. അഭൂതപൂർവമായ അവസ്ഥയാണ് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന്റെ 3 എയർബേസുകൾ ഹിറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം നിലകൊള്ളുന്ന റാവൽപിണ്ടിയിലെ നൂർ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നൂർഖാൻ എയർബേസ് അടക്കം ഇന്ത്യ ഹിറ്റ് ചെയ്തിരിക്കുന്നു. 10:30 വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഇത് ഈ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ IMF ഇന്നലെ പാകിസ്ഥാനെ സഹായിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ഇന്ത്യ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. പക്ഷേ എന്നിട്ടും IMF പാകിസ്ഥാനെ സഹായിക്കാനുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. 8,500 കോടി രൂപയാണ് പാകിസ്ഥാന് സഹായമായി IMF നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് ആ യോഗത്തിൽ തന്നെ സ്വീകരിച്ചതാണ്. കാര്യകാരണങ്ങൾ സഹിതം എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ പണമെല്ലാം IMF-ൽ നിന്ന് ലഭിക്കുന്ന വായ്പകൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് കാര്യകാര്യ സഹിതങ്ങൾ പറഞ്ഞ് ഇന്ത്യ വിശദീകരിച്ചിട്ടും ആ തീരുമാനവുമായി IMF മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം IMF-ന്റെ ഈ തീരുമാനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. പാകിസ്ഥാന് ഈ ഘട്ടത്തിൽ സഹായം നൽകുന്നത്, പണം നൽകുന്നത്, സാമ്പത്തികമായി പാകിസ്ഥാനെ സഹായിക്കുന്നത് അത് അതിർത്തിയിൽ നടത്തുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യം എന്നുള്ളതാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചെയായി പാകിസ്ഥാൻ വിവിധ ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നതനുസരിച്ച് പാകിസ്ഥാനിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. നാഷണൽ കമാൻഡ് അതോറിറ്റി പാകിസ്ഥാൻ വിളിച്ചിരിക്കുന്നു. ആണവായുധങ്ങളുടെ നിയന്ത്രണമുള്ള അതോറിറ്റിയാണ് നാഷണൽ കമാൻഡ് അതോറിറ്റി. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് NCAയുടെ യോഗം വിളിച്ചതായിട്ടുള്ള വിവരവും വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ട എല്ലാ ഡ്രോണുകളും എല്ലാ മിസൈലുകളും പോർ വിമാനങ്ങളും പൂർണ്ണമായും നിഷ്പ്രഭമാക്കാൻ, നിർവീര്യമാക്കാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുള്ള അതിനുള്ള തെളിവുകളാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഉദ്ധംപൂരിലെ ആകാശത്തേക്ക് വന്ന ഡ്രോണിനെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, മറുഭാഗത്ത് ജയ്സാൽമേറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. അവിടെ തകർന്നു വീണ് കിടക്കുന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഈ 3 വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു, വലിയ നാശനഷ്ടം ഉണ്ടായി ഈ വ്യോമത്താവളങ്ങളിൽ എന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം റാവൽപിണ്ടിയിലും പെഷവാറിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യമാണ്. ഈ കാണുന്ന മുരിദ് ബേസ്, അതായത് 3 വ്യോമത്താവളങ്ങളിലാണ്. അതിൽ റഫീഖി ബേസ്, അതോടൊപ്പം തന്നെ നൂർഖാൻ ബേസ് വ്യോമത്താവളം, മുരിദ് വ്യോമത്താവളം. ഇതിൽ മുരിദ് വ്യോമത്താവളം വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. തുർക്കിയുടെ സഹായം പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരുന്നത് ഈ വ്യോമത്താവളത്തിൽ വെച്ചാണ്. ഇന്ത്യൻ സൈന്യം തുർക്കി എങ്ങനെയാണ് പാകിസ്ഥാനെ ഈ ഇന്ത്യയുമായുള്ള ഈ സംഘർഷത്തിൽ സഹായിക്കുന്നതെന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ തുർക്കി പാകിസ്ഥാന് സഹായം എത്തിക്കുന്ന, ആയുധം എത്തിക്കുന്ന വ്യോമത്താവളം കൂടിയാണ് ഇന്ത്യ പ്രത്യാക്രമണത്തിൽ തകർത്തിരിക്കുന്നത്. റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തിന് വെറും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ്. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിന് കിലോമീറ്ററുകൾ അകലെ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിന് ഞങ്ങൾ മറുപടി നൽകുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ലഫ്റ്റനന്റ് ജനറൽ ചൗധരി പാകിസ്ഥാന് വേണ്ടി ഈ 3 ആക്രമണങ്ങളും, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള 3 ആക്രമണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അറിയിക്കാൻ, എന്തൊക്കെയാണ് കഴിഞ്ഞ രാത്രി സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ 10:30 വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുക.